KPCC ആസ്ഥാനത്ത് പന്തലിട്ട് തുടങ്ങിയിട്ടുണ്ട്. സൈബർ സഖാക്കളാണ് എങ്കിൽ ഇതാ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസുകളൊക്കെ ഇട്ടു തുടങ്ങി. NDAയും സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ലെങ്കിൽ മുന്നണികളുടെ പ്രതീക്ഷ, മൂഡ് എങ്ങനെയാണ്? ദിവ്യ, ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന ആൾക്കാർ ഭരണത്തിലേക്ക് വരുന്നു എന്നുള്ള പ്രതീതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട്. അത് ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നയാൾ അധികാരത്തിൽ വന്ന ചരിത്രമാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടതുമുന്നണിക്ക് വമ്പൻ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. 14 സീറ്റുണ്ട്. 14 സീറ്റിൽ കോവളം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ പക്ഷെ അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ സ്വഭാവത്തിലേക്കല്ല പോയിട്ടുള്ളത്. ഒരു നെക്കോട് നെക്ക് പോരാട്ടം. ഇപ്പോൾ റാവുവും അജിംസും പ്രമോദ് സാറും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു നെക്കോട് നെക്ക് പോരാട്ടത്തിൻ്റെ സ്വഭാവം ചില മണ്ഡലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴക്കൂട്ടം, അതുപോലെ തന്നെ കാട്ടാക്കട, അരുവിക്കര അടക്കമുള്ള സ്ഥലങ്ങൾ, നെയ്യാറ്റിക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു നെക്കോട് നെക്ക് പോരാട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രവചനത്തിൻ്റെ രീതിയിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ നിയമമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് നിയമമാണ്. അക്കൗണ്ട് പൂട്ടിയതാണ് 2021 BJPയുടേത്. അത് വീണ്ടും തുറക്കുമെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ശിവൻകുട്ടിയെടുത്ത് രാവിലെ സംസാരിക്കുമ്പോഴും അദ്ദേഹം 6690 വോട്ടിന് ഞാൻ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പങ്കുകയാണ്. അത് വോട്ട് എണ്ണി ഓരോ ബൂത്തിൽ നിന്ന് ഇത്രയും വോട്ട് കിട്ടി 6690 വോട്ടിന് ഞാൻ ജയിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. കടകംപള്ളി സുരേന്ദ്രനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം പറയുന്നില്ല. പക്ഷേ 23,000 എന്നുള്ള കഴിഞ്ഞ ഭൂരിപക്ഷം അത് കുറഞ്ഞാലും ഒരു 10 താഴെ എന്തായാലും പോകില്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം എന്ന് നമുക്ക് പറയാം എങ്കിൽ പോലും അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടായിരുന്നു എന്ന് അവിടെ റിപ്പോർട്ട് ചെയ്ത ആൾ, ആ മണ്ഡലം റിപ്പോർട്ട് ചെയ്ത ആൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ മത്സരം നടന്നിട്ടുള്ളത് LDF UDF തമ്മിലാണ്. അവിടെ അവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും എന്ന് പറയാം. കാട്ടാക്കടയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. കൃഷ്ണദാസ് അവിടെ നിന്ന് പണിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം BJP കാൻഡിഡേറ്റ് ആയിരുന്നയാൾ. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ UDFൽ നിന്ന് LDFന് കിട്ടിയ കുറച്ച് വോട്ടുണ്ട്. ഇത്തവണ MR ബൈജു അവിടെ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി ആ വോട്ട് തിരികെ UDFലേക്ക് പോയി എന്ന് കരുതപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് കുറേ മണ്ഡലങ്ങൾ പ്രവചനാതീതമായി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ അത്രയും ഈസി വാക്ക് ഓവർ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് കിട്ടും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മേജർ വോട്ട് ഷെയർ അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ ഷെയർ അത് ഇടതുമുന്നണിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതപ്പെടുന്നത്. പോരാട്ടം എന്ന് പറയുമ്പോൾ അതിനകത്ത് BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളുള്ള പ്രധാനപ്പെട്ട ജില്ലയാണല്ലോ തിരുവനന്തപുരം. അവിടെ BJPയുടെ അവസാനത്തെ കണക്കൂട്ടൽ എന്താണ്? BJPയുടെ സാധ്യതകൾ എന്താണ്? അതേക്കുറിച്ചുകൂടി പറയൂ. BJP നേതാക്കൾ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതരത്തിൽ ഇവർക്ക് 2 or 3 സീറ്റ് അല്ലെങ്കിൽ 4 or 5 സീറ്റ്, പല ചാണക്യ അടക്കമുള്ളവരാണെങ്കിൽ 11 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ BJP നേതാക്കളോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഇതിനോടൊന്നും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. O രാജഗോപാൽ ജയിക്കും എന്ന് കരുതി വീട്ടിലിരുന്ന O രാജഗോപാൽ ഇറങ്ങി അദ്ദേഹം BJPയുടെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ, പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസല്ല, ആ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു പോയ അവസ്ഥയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ BJPയുടെ നേതാക്കൾ അങ്ങനെ കാര്യമായ പ്രതികരണത്തിന് വേണ്ടി തയ്യാറാക്കുന്നത്. പക്ഷേ അവർ മികച്ച മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉള്ളത് 140 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നിയമം